അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ ദിവസമായില്ലേ, ഒരാഴ്ചത്തോളമായി. കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് നല്ല വീഡിയോ ഒന്നും എടുക്കാൻ ടൈമും ഉണ്ടായിരുന്നില്ല, ടൈം കിട്ടിയിരുന്നില്ല, ഒന്നാമതായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊക്കെ ഒന്ന് കണ്ടു നോക്കൊണ്ട് കേട്ടോ. ആരും ഫുള്ള് വീഡിയോ കാണാൻ മറക്കരുത്. നമ്മളെ തമിഴ്നാടിൻ്റെ ഒരു സ്പെഷ്യൽ സാധനമാണ്. തമിഴ്നാട്ടിലൊക്കെ അവർ കഴിക്കുന്ന നല്ലൊരു സ്പെഷ്യൽ ഒരു സാധനമാണ്. നമ്മളെ നാട്ടിലിത് കഴിക്കലുണ്ടോയെന്ന് അറിയില്ല. പാലക്കാട് ഭാഗത്തൊക്കെ ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ല. ഞാൻ ആരെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങളാരെങ്കിലും ഈ സാധനം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടുന്നുണ്ടോ. സംഭവം ഏതായാലും നല്ല ടേസ്റ്റാട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അതിന് വലിയ ചിലവുമില്ല. വളരെ പെട്ടെന്ന് ആർക്കും ആണെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ സാധനം. കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർ ചെറിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം നമുക്ക് ആ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എൻ്റെ പൊന്നു മുത്തുമണികൾ ഒന്ന് ലൈക്ക് അടിക്കണേ. ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളൊരു ലൈക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ നിങ്ങളെപ്പോഴും വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൊണ്ടിട്ടില്ലേ, കമൻറ്റും ഇടണം. പുതിയ മുത്തുമണികളൊക്കെ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഒന്ന് ഹാൾന്ന് കൊടുത്തോളി. ഞാനിടുന്ന ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ ഒന്ന് കിട്ടിക്കോളും. അപ്പോൾ ഓക്കെ, എന്നാൽ നമുക്ക് സമയം കളയണ്ട, ആ വീഡിയോയിലേക്ക് പോകാം. ആ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണത് സാധനം കേട്ടോ. തമിഴ്നാടിൻ്റെ ഒരു ദേശീയ ഭക്ഷണം തന്നെ പറയാം. പൊങ്കലാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടും കേട്ടിട്ടും കഴിച്ചിട്ടൊക്കെ എല്ലാവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു പൊങ്കൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് അരി, പച്ചരി ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളെ റേഷൻ പീടിയിൽ നിന്ന് കിട്ടുന്ന വേവില്ലാത്ത അരി ആയാലും കുഴപ്പമില്ല. ഇത് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയുള്ള സാമ്പാറും കൂടി ഉണ്ടാക്കുന്നുണ്ട്. സാമ്പാറിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കറി വേണം. അപ്പോൾ സാമ്പാറാകുമ്പോൾ ബെസ്റ്റാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കറിയോ മീൻ കറിയോ എന്ത് കറി കൂട്ടിയിട്ടും കഴിക്കുക. സാധനം അടിപൊളിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഒരു 4 കിലോ അരി. ആ 4 കിലോ അരിക്ക് 1 കിലോ പരിപ്പ്, നമ്മളെ മറ്റേ മൂങ് ദാൽ ഉണ്ടല്ലോ, വേവില്ലാത്ത പരിപ്പ്, ചെറിയ പരിപ്പ്, അതും എടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി, അതും ഇതിൽ തന്നെ കട്ട് ചെയ്ത് ചേർക്കുക. കുറച്ച് ഇഞ്ചി ചേർക്കുക. ഈ പരിപ്പും ഈ അരി ഇട്ടിട്ട് നല്ലോണം വേവിക്കുക. എല്ലാം കുഴഞ്ഞ് വേണം കേട്ടോ. പായസത്തിന് വേവിക്കുന്ന മാതിരി നല്ല കുഴഞ്ഞ് വേണം. പിന്നെ ഇതിൽ നല്ലൊരു വറവും കൂടി ഇടാണ്ട്. ആ വറവൊക്കെ ഇടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ വറവ് ഇടുമ്പോഴൊക്കെ നല്ല നെയ്യിലൊക്കെ വറവ് ഇടുക. ആ വറവ് എന്തൊക്കെ ചേർക്കുന്നില്ല ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ അരി വേകുമ്പോൾ തന്നെ അതിക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ വേവിക്കുക. നല്ലോണം വെന്ത് കിട്ടണം കേട്ടോ. നല്ല വെന്ത് കുഴാന്നാകണം അത് സാധനം. ആരെങ്കിലും നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് സംഭവം കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കൂല, ഇതേ ഉണ്ടാക്കി കഴിക്കുള്ളൂ. അത്രയും ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റ്. നല്ല പ്രായമുള്ളവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് സംഭവം. തമിഴ്നാട്ടിലൊക്കെ അറിഞ്ഞാൽ അവരെന്തൊരു ഫംഗ്ഷൻ ഉണ്ടാകുകയാണെങ്കിലും അതിലൊക്കെ ഈ സാധനം ഉണ്ടാവും. പൊങ്കൽ നമ്മളെ നാട്ടിലിത് കണ്ടിട്ട് ചിലവരൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ, കണ്ടിട്ട് പോലും കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. കഴിച്ചവരും ഉണ്ടാവും. അപ്പോൾ ഇതുണ്ടോ, നല്ലോണം വെന്ത് വരുന്നുണ്ട്. നല്ല വെന്ത് കുഴന്നിരിക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മളെ വീട്ടിലില്ല സാധനം തന്നെ വെച്ചിട്ട് അധികം സാധനമൊന്നും വേണ്ട ആവശ്യമില്ല ഇതിന്. കറി നിങ്ങൾ എന്തെങ്കിലും ഒരു കറി, ഒരു സാമ്പാർ, എന്തെങ്കിലും ഒരു കറി വേണം, എന്തെങ്കിലും ഉള്ളൂ അതിൻ്റെ ടേസ്റ്റ്. ഒരു സാമ്പാറൊക്കെ കുറച്ച് ലൂസായിട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനി സാമ്പാർ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ വല്ല ചിക്കൻ കറിൻ്റെ കൂടെ മീൻ കറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൊണ്ടു.
കുറച്ച് ഇതിപ്പോൾ 4 കിലോ അരിയാണ്. നിങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ 1 കിലോ അരിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിക്കൊരു 250 ഗ്രാം പരിപ്പ് എടുക്കുക. പിന്നെ അതിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതിനനുസരിച്ച് എടുക്കുക. വറവിടുമ്പോൾ ഇതൊന്ന് വറവിടണം. അപ്പോൾ ആ വറവിടുമ്പോൾ കുറച്ച് നെയ്യിൽ വറവിടുകൊണ്ട് അപ്പോഴാണ് ടേസ്റ്റ്. നല്ല നെയ്യ് വറവിട്ട് കഴിക്കുകയാണെങ്കിൽ അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കണ്ട ഇതേ ഈ കോലത്തിലുണ്ടാവണത് നല്ലോണം വെന്ത് കുഴന്നിരിക്കണം. നല്ല വേവണം സാധനം കേട്ടോ. അപ്പോൾ അതിന് വേവില്ലാത്ത അരി എടുക്കണം. വേവില്ല അരി എടുത്തിട്ട് ഉണ്ടാക്കരുത്. അപ്പോൾ അതിക്ക് വറവിടാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് ഫ്രൈ പാനിൽ ചൂടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിക്ക് വേണ്ട സാധനം എന്താ വെച്ചാൽ കുറച്ച് കുരുമുളക് എണ്ണയ്ക്ക് ഇതേമാതിരി ഇടുക. കടുക് ഇതിക്ക് ആവശ്യമില്ല കേട്ടോ. ഇത് ചൂടായി വരുമ്പോൾ അതിക്ക് നല്ല കുരുമുളക് ഇട്ട് കൊടുക്കുക. ആ കുരുമുളക് അതിലൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ അതിക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടമുളക്, നമ്മളെ വറ്റൽമുളക്, പിന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ അതേമാതിരി നമ്മളെ ചെറിയ ജീരകം, ഉണ്ടമുളക്, അണ്ടിപ്പരിപ്പ്, പിന്നെ കറിവേപ്പില. അണ്ടിപ്പരിപ്പ് നിങ്ങളടുത്ത് എത്ര ഇല്ല ഇട്ടോളൂ കേട്ടോ. അണ്ടിപ്പരിപ്പ് എത്ര ഇട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം കുരുമുളകൊന്ന് ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കുരുമുളക് ഒന്നും ചെയ്യണ്ട, വെറുതെ അതിക്ക് എണ്ണയിലിട്ടാൽ മതി കേട്ടോ. അല്ലാതെ അത് ചതക്കും പൊടിക്കൊന്നും വേണ്ട. ആ കുരുമുളക് ഇടയ്ക്ക് കടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനാണ്. പിന്നെ ചെറിയ ജീരകം, ഇത്രയധികം സാധനങ്ങൾ വേണ്ടുള്ളൂ. ഇഞ്ചി നമ്മൾ ആദ്യം ചോറ് വെക്കുമ്പോൾ ആ ഇഞ്ചി അതിൽ ചെറുതായിട്ട് പീസ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അരി വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. അരി വേവിക്കുമ്പോൾ അത് മാത്രമേ ഇട്ട് കൊടുക്കേണ്ടുള്ളൂ. പിന്നെ പരിപ്പും കുറച്ച് നെയ്യും ഇട്ട് കൊടുക്കുക. പിന്നെ അതേമാതിരി നല്ല നെയ്യിൽ ഇതേമാതിരി ഇത് വറവിടുക. അത് വറവിട്ടിട്ട് നമ്മൾ ആ ചോറ് വെന്തതിൻ്റെ മുകൾക്ക് ഒഴിച്ചു കൊടുക്കുക. ശരിക്ക് ചോറ് കുറച്ച് വേവിച്ച് വെക്കുക. അതിക്ക് പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അതന്നെ ഇപ്പോൾ ഇത്. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചെയ്യുമ്പോൾ അതൊരു ടേസ്റ്റാണെന്ന് മാത്രം, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. വറവിട്ട് വെച്ചേക്കന്നെ അപ്പം തന്നെ അടച്ചു വെക്കണം കേട്ടോ. അതിൻ്റെ ആ സ്മെല്ല് പുറത്ത് പോകരുത്. ഇപ്പം നമ്മൾ വറവൊക്കെ ഇട്ട് വെച്ച് കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് എടുത്ത് നന്നായിട്ട് ഇളക്കി മിസ്സാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കും. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ ഉണ്ടാക്കും. ഇനിയിപ്പോൾ ഇത് രാവിലെ നിങ്ങൾക്ക് വല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സമയമൊന്നുമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്നും ദോശ അപ്പം ചൂടാൻ നിൽക്കണ്ട. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കിയാൽ അവർക്ക് ഇഷ്ടപ്പെടും. സാധനം നല്ല സാധനമാണ്. നെയ്യും അണ്ടിപ്പരിപ്പും ഒക്കെ അല്ലേ, കുട്ടികൾക്കൊക്കെ ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലതാണ്. നല്ലൊരു ഗുണമുള്ള ഫുഡാണ് രാവിലെയൊക്കെ കഴിക്കാൻ. ഇനി ഇതിൻ്റെ കൂടെ സാമ്പാറും ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ വെറുതെ ഒരു തേങ്ങാ ചട്നി, ദോശയ്ക്ക് അരക്കണ തേങ്ങാ ചട്നി ഉണ്ടായാലും മതി കേട്ടോ. നല്ല പച്ച തേങ്ങയിട്ട് നല്ല ചട്നി അരക്കുകയാണെങ്കിൽ അതും ഇതിൻ്റെ കൂടെ നടക്കും. അത് കൂട്ടിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൊണ്ടു. എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചോട്ടെ. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് കേട്ടോ. വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് മുത്തുമണികളെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ. നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ലൈക്കാണ് നമുക്ക് ഏറ്റവും മുഖ്യം. നിങ്ങളെ ലൈക്ക് കാണുമ്പോഴാണ് നമുക്കൊരു സമാധാനം. ആ ലൈക്കും ആ ഒരു കമൻറ്റും. പിന്നെ പുതിയ മുത്തുമണികളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടനൊക്കെ ഒന്ന് ഹാളിന്ന് കൊടുത്തോളി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും വരുന്നുണ്ട്. അതുവരെ എല്ലാവരോടും ബൈ ബൈ. അപ്പോൾ എല്ലാവരും ഈ സാധനം ഉണ്ടാക്കി കഴിക്കുക. എല്ലാവരും അവനവൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ വീഡിയോ കാണുമ്പോൾ. ഓക്കെ, ബൈ.